നാട്ടിലെത്തിയല്ല. എത്ര നാൾക്ക് ശേഷമാണല്ലോ നാട്ടിലേക്ക് വരണേ? നിന്റെ ഷൂട്ടിംഗ് വർക്കൊക്കെ തീരണ്ടേ? അങ്ങനെ ഈ പ്രാവശ്യത്തോണം അടിച്ചു പൊളിക്കണം. അയ്യോ ഏട്ടാ, ഈ പ്രാവശ്യം മറന്നു. എന്റെ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ? മൊബൈലിന്റെ ചാർജർ എടുത്തില്ല? അതൊന്നും അല്ല ഏട്ടാ. എന്താ നീ വഴി തെറ്റിയാ? വണ്ടിയിട്ട് കറക്കണെന്തിനാ? വഴി തെറ്റിയതൊന്നും അല്ല. എല്ലാ പ്രാവശ്യവും നാട്ടിലോട്ട് വരുന്ന സമയത്ത് കയ്യും വീശാണ് വരിക. ഈ പ്രാവശ്യം എന്തെങ്കിലും അപ്പയ്ക്കും അമ്മയ്ക്കും മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞല്ലേ, അത് മറന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം എടി? കല്യാണം കഴിഞ്ഞിട്ട് 2021 നവംബർ 1. അപ്പോ 1 2 3 4 years. 4 വർഷമായിട്ടും ഒരു മാറ്റമില്ലല്ലോ നിനക്ക്. ഈ അവസാന നിമിഷത്തെ ഓട്ടവും ബഹളവും ചാട്ടവും. മതി മതി മതി. ഇനിയിപ്പോ എന്തെങ്കിലും മേടിക്കാം നമുക്ക്. അപ്പയ്ക്കും അമ്മയ്ക്കും ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ്സ് മേടിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് പൂക്കൾ മേടിച്ചു കൊടുക്കാം. അത് ശരിയാ. കാരണം എന്താണെന്നറിയാം, അവരെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവരൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ചെന്നിട്ട് പൂവൊക്കെ ഇടാം, ഡെക്കറേറ്റ് ചെയ്യാം. കൊച്ചു പൂക്കൾ വെച്ച് വീടൊക്കെ അലങ്കരിച്ച് അവസാനം പറക്കം തടിയ ബസ് പോലെയൊക്കെ. വേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇറ്റ്സ് ഫണ്ണി റൈറ്റ്? ഒരു സിറ്റിയിൽ ഒരുപാട് വർഷങ്ങൾ താമസിച്ചിട്ടും ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഏറ്റവും നല്ല കുറെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത്. ഇത് അവർക്കുള്ള ഓണസമ്മാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് മാത്രമല്ലായിരുന്നു കേട്ടോ. ഇത് അമ്മയും അപ്പയും ഞങ്ങളെയൊക്കെ ഇന്നുള്ള ഞങ്ങളാക്കിയ ഒരുപാട് ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിനും കൂടെ വേണ്ടിയായിരുന്നു. ആൻഡ് ഹോണസ്റ്റ്ലി ഇറ്റ് ബ്രോട്ട് മീ ക്ലോസർ ടു മൈ സെൽഫ് ആസ് വെൽ. എത്തിയോ? ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാവുന്നു. അപ്പന്റെ മോള് തൃശ്ശൂര് മുഴുവനും കറക്കിയാ കൊണ്ടുവന്നേക്കണത്. വായോ, സദ്യയൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ്. അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. താങ്ക് യു. എന്തായാലും നിങ്ങൾ ഓണത്തിന് വന്നല്ലോ, നന്നായി. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഓണത്തിന് ഞങ്ങൾ വീട്ടിലുണ്ടാവും. അല്ല മണി? ഈ ഓണം ഒരുപാട് ഡിഫറെന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ കൊണ്ടുവന്നത്, അതിനൊപ്പം ഒരുപാട് ഓർമ്മകളും കഥകളും ഒക്കെ നിറഞ്ഞ ഞങ്ങളുടെ കുട്ടിക്കാലവും കൂടി ഉണ്ടായിരുന്നു. അപ്പയും അമ്മയൊക്കെ ഒരുപാട് സന്തോഷിച്ച് കണ്ടു. ആ സന്തോഷമായിരുന്നു ഈ ഓണത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ശരിക്കുള്ള ഗിഫ്റ്റ്. ദിസ് ഓണം വി ഡിഡ്ന്റ് ജസ്റ്റ് ഡ്രൈവ് ഹോം, ബട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളിലേക്ക് ഞങ്ങൾക്ക് ചെന്ന് കയറാൻ പറ്റി. ഞങ്ങളുടെ ഓരോ ഓർമ്മയുടെയും പാരമ്പര്യത്തിലെയും മധുരമുള്ള ഈ കഥകളിലേക്ക് എത്തിച്ചത് ഹണ്ടൈ ക്രെട്ടയാണ്. നിങ്ങൾക്കും ഈ ഓണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളിലേക്ക് തിരികെ പോകണ്ടേ? അടുത്തുള്ള ഹണ്ടൈ ഡീലർഷിപ്പ് സന്ദർശിക്കൂ. ഇന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവിന് ബുക്ക് ചെയ്യൂ. നിങ്ങളുടെ യാത്രയും ഇവിടുന്ന് തുടങ്ങട്ടെ.